ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ വേറൊരു ഫേഷ്യലിന്റെ തന്നെ വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് തരത്തിൽ ഫേഷ്യൽ ചെയ്തൂല്ലേ, അതായത് ഫ്രൂട്ട്സ് കൊണ്ട് ചെയ്തു, അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി മുട്ട കൊണ്ട് വരെ നമ്മൾ ഫേഷ്യൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും ഫേഷ്യൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും പല പല ഉദ്ദേശങ്ങളായിരിക്കും. ചിലപ്പോ സ്കിന്നിൽ ഒരു ഗ്ലോ വരണം, അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റൻ ആവണം, അല്ലെങ്കിൽ കറുത്ത പാടുകൾ പോകണം. അങ്ങനെ പല പല ഉദ്ദേശങ്ങളിലായിരിക്കും നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ ഇപ്പൊ ഫേഷ്യൽസ്, അങ്ങനെ സ്കിന്നിൽ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പല ഉദ്ദേശത്തോടെയായിരിക്കും. അപ്പൊ അതുപോലെ കുറച്ച് സ്കിൻ ഹൈഡ്രേറ്റഡ് ആവണം, ഫേസ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത്. എല്ലാ സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും ചെയ്യാം. ഓയിലി അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ്, എല്ലാ ടൈപ്പ് സ്കിൻ ഉള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആലോവേരയാണ്. അപ്പൊ നമ്മൾ ഫ്രഷ് ആലോവേര ജെല്ലാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോട്ടൺ ബോൾസ് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഫിംഗേഴ്സ് വെച്ചിട്ട് ഇതുപോലെ, ഇത് കുറച്ച് തണുത്ത പാലാട്ടോ, എന്നിട്ട് ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി നമ്മുടെ ഫേസും നെക്കും എല്ലാം ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നമ്മളുടെ പാലിൽ കുറച്ച് ലാക്റ്റിക് ആസിഡിന്റെ ഇതുള്ളതുകൊണ്ട് ഒരു ക്ലെൻസിങ് ഏജന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഈ ഒരു ഫേഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീക്ക്ലി വൺസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ആഴ്ച ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു ഹൈഡ്രേറ്റിംഗ് ഒരു സംഭവം കിട്ടും. ആ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫീലും ചെയ്യും. അപ്പോൾ നമുക്കിതിങ്ങനെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ നെക്കിലും. എന്നിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകിക്കളയാണ് ചെയ്യുന്നത്. ഇപ്പോ കയ്യിൽ കോട്ടൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് ഒന്ന് അത് വെച്ചൊന്ന് ക്ലെൻസ് ചെയ്താൽ മാത്രം മതി. കോട്ടൺ ബോൾസ് ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം, എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകാം. അപ്പൊ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിട്ട് തരാം. സോ ഗൈസ്, ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മളിപ്പോ ഒരുപാട് ഫേഷ്യലിന്റെ വീഡിയോ ആയാലും ഇടുന്നേ, അപ്പൊ എല്ലാവർക്കും തന്നെ ഇപ്പൊ അറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സ്ക്രബാണ്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ആലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ലൈക്ക് ഈ ആലോവേര ജെല്ലാണ്. കുറച്ചിങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ഷുഗർ ആണെങ്കിലും നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി, പിന്നെ ഒരുപാട് ഫേസിലിട്ട് ഉരക്കരുത്. അപ്പൊ നമ്മൾ കുറച്ച് അലോവേര ജെൽ എടുത്തിട്ടുണ്ട്, ഷുഗറും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനത്തെ ഒരു കട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചിൻ, അതുപോലെ തന്നെ മൂക്ക്, അത് ഈ നെറ്റി, ഇവിടെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ആയിരിക്കും ഡെഡ് സ്കിൻസും അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് അത്ര അധികം ഉണ്ടാവില്ല, എന്നാലും ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് മൂക്കിലും ചിന്നിലൊക്കെ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അത് സ്ക്രബ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചെറുതായിട്ട് അരച്ചാൽ ഒരുപാട് വയ്ക്കരുത്. പിന്നെ ഈ ആലോവേര ജെൽ ഇട്ടേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളുടെ ഈ എന്താ പറയാ ഷുഗറിന്റെ ഒരു പോറൽ പോലെ തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ ആലോവേര ജെൽ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം, എനിക്ക് ആ ഒരു ഫീൽ ഇഷ്ടമായി. ഞാൻ ആലോവേര ജെൽ വെച്ചിട്ട് ഫേസ് പാക്ക് ഒക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് ഫേഷ്യൽ ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആലോവേര ജെൽ കൊണ്ടുള്ള ഫേസ് പാക്ക് ഒക്കെ നല്ല എഫക്റ്റീവ് ആണ്, ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹൈഡ്രേഷൻ കിട്ടും, നമ്മുടെ ഫേസിനും സ്കിന്നിനും ഒക്കെ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് എന്തുകൊണ്ടൊരു ഫേഷ്യൽ നോക്കിക്കൂടാ എന്ന്. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഇങ്ങനെ വീട്ടിലൊക്കെ ഫേഷ്യലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എന്താ പറയാ, ഇത് നല്ലൊരു സംഭവമായിരിക്കും. ഞാനിത് ഫേസിൽ കംപ്ലീറ്റ് ഒരു 2 minutes നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. എന്നാലും ഞാൻ കൂടുതലും മൂക്കിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറില്ലേ, ഈ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. അപ്പൊ ചില ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് ഉണ്ടാവും. ചില എന്താ പറയാ, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറയാറുണ്ടല്ലോ, ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്ര സുഖമില്ല എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ പറയാറില്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ കുറച്ച് മൂക്കിൽ തന്നെ എന്താ പറയാ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴുത്തിലേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിൽ അപ്ലൈ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് കഴുത്തിൽ അപ്ലൈ ചെയ്തു.
ഇനി ഞാൻ കുറച്ച് സമയം ഫേസിൽ മസാജ് ചെയ്ത് ഇത് വാഷ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഞാനിപ്പോ നമ്മളുടെ എന്താ പറയുക സ്ക്രബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തു. എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാല് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എന്റെ ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് ഇന്നലെ ഞാൻ ഫേഷ്യൽ ചെയ്തപ്പോഴും അത് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, എന്നാലും കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ മൂക്കിന് ഞാൻ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ മൂക്കിന്റെ സൈഡിൽ അപ്പം തന്നെ ബ്ലാക്ക് കളർ വരും. അപ്പൊ അതൊക്കെ എനിക്ക് ഇത്തിരി കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇനി അറിഞ്ഞൂടാ, ലെറ്റ്സ് സീ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്കില് നമ്മൾ എന്താ പറയാ, നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലും ഹണിയും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്റെന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് ടീ സോൺ നല്ല ഓയിലി ആണ്, ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ഡ്രൈ ആണ്. നോക്കുമ്പോഴത്തേക്കും ഇതൊരു നോർമൽ സ്കിൻ പോലെ തോന്നും, പക്ഷെ ടീ സോൺ എപ്പോഴും ഓയിലി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ചില പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഈ സൈഡൊക്കെ ചിലപ്പോൾ ഡ്രൈ ആയിപ്പോകും. അങ്ങനെയാണ് എന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ടീ സോണിൽ നല്ല ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ ഒരുപാട് ഇങ്ങനെ ഡ്രൈ പാച്ചസ് ഒന്നും വരാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളുടെ ഓറഞ്ച് പീൽ പൗഡറും ആലോവേര ജെല്ലും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് ആലോവേര ജെല്ല് ഇടാട്ടോ. നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിക്കുന്ന ആലോവേര ജെല്ല് പോലെ അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇത്തിരിക്കോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഭയങ്കര കട്ട പോലെയായിരുന്നു, ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നാലും പറ്റില്ല, കുറച്ചും കൂടെ ഇടോ ഇന്നത്തേക്ക്. സോ ഗൈസ്, അങ്ങനെ കുറച്ച് സ്ട്രഗിളിന് ശേഷം ഞങ്ങൾ ഈ 2 സാധനങ്ങളും കൂടെ ഒരു ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഓറഞ്ച് പീൽ പൗഡറും നമ്മുടെ ആലോവേര ജെല്ലും. ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആലോവേര ജെല്ലാണെങ്കിൽ എനിക്കൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യണമായിരിക്കും നല്ലത്. ഇങ്ങനെ കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്താൽ അത് നടക്കില്ല. അപ്പൊ ഇത് നന്നായിട്ട് എന്താ പറയാ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഓറഞ്ച് പീൽ പൗഡറിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ഇത് വിറ്റമിൻ സി ഒക്കെ ആയതുകൊണ്ട് നമ്മളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുപോലത്തെ എന്താ പറയാ ഫേഷ്യൽസ് ഒരു ദിവസം ഓരോ ആഴ്ചയിൽ ഡിഫറെന്റ് ഫേഷ്യൽ ചെയ്യണമെങ്കിൽ അതും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ പെട്ടെന്ന് ഓർത്താണ്. അതായത് ഇപ്പൊ ഈ ആഴ്ച ആലോവേര ജെല്ലിന്റെ ഫേഷ്യലാ ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും, അങ്ങനെ ഡിഫറെന്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നമുക്കിത് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലൊരു തണുപ്പുണ്ട്. ഇതിനകത്തിപ്പോ തണുത്ത പ്രോഡക്റ്റ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഇപ്പൊ ഓറഞ്ച് പീൽ പൗഡർ ആണെങ്കിലും ആലോവേര ജെല്ലാണെങ്കിലും ഒന്നും തണുത്തതല്ല, പക്ഷെ നല്ലൊരു കൂളിംഗ് ഉണ്ട്. നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓറഞ്ച് പീൽ പൗഡറൊക്കെ. പക്ഷെ എന്ത് സാധനം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇടക്കിടക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഓറഞ്ച് പീൽ പൗഡർ ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പൊള്ളുന്ന പോലെയോ ചൊറിയുന്ന പോലെയോ ഒക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വെറുതെ എന്തിനാണ് അങ്ങനെ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിതിങ്ങനെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 minutes കഴിഞ്ഞിട്ട് ഞാൻ വരാം. സോ ഗൈസ്, ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തു, 15 minutes ഇരുന്നു. അത് കഴിഞ്ഞ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണിത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫേസിലുള്ളവരാണെങ്കിൽ ഈ ഒരു എന്താ ഫേസ് പാക്ക് ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഗ്രാജുവലി, ഒറ്റ യൂസിലല്ല, ഗ്രാജുവലി. കാരണം ഈ ഓറഞ്ച് പീൽ പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂഷ്വലി ഓറഞ്ച് പീൽ പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഫേസ് കുറച്ച് ഡ്രൈ ആവാറുണ്ട്. ഇപ്പൊ ആലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തത് കൊണ്ടായിരിക്കാം അത്ര ഡ്രൈ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ മോയ്സ്ചറൈസിങ് ചെയ്യണം, കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാനത് ചെറിയൊരു എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ മാത്രം ഞാൻ എന്റെ ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായാലും ഈ ഒരു ഫേഷ്യൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ഫേസിനെ കുറച്ച് നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത പോലെ എനിക്ക് നന്നായിട്ട് തോന്നി. എസ്പെഷ്യലി ആ ഒരു സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും ആ ഒരു ഫീല് കിട്ടി. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ഫേഷ്യൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. നിങ്ങൾ കുക്കിങ്ങും അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഒത്തിരി വീഡിയോസ് ഉണ്ട്, കുക്കിങ്ങിന്റെ ആണെങ്കിലും ഫേഷ്യൽസിന്റെ ആണെങ്കിലും സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടും, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ കമന്റ്സിലൂടെ അറിയിക്കാം. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ, സീ യു ഇൻ അനദർ വീഡിയോ.